ഇനി അമേരിക്കയിൽ തീ ഇറങ്ങുമോ? ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഇന്ത്യയായിട്ട് അകലും, ഇന്ത്യയിലെ കച്ചവടവും പോകും. അതുകൊണ്ടാണ് പാകിസ്ഥാനെ കൈവിടാത്തത് ട്രംപ്. അതിനുശേഷം അമേരിക്കയിൽ തീ ഇറങ്ങിയത് ലോസ് ആഞ്ചലസിനകത്ത് 48,000 ഏക്കർ, അത് കഴിഞ്ഞ് 28,000 വീട്, 34 28 പേര് വെന്ത് മരിച്ചുപോയി. 2 പെൺകുട്ടികൾ പറഞ്ഞു, ആരാ ഭൂമിയെ ഉണ്ടാക്കിയത്? അത് ദൈവമല്ല, ദാറ്റ് ഈസ് എ ഫിനോമിന. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു. ലോത്തിൻ്റെ കാലത്ത് തീ ഇറങ്ങിയതുപോലെ, സോദോമിൻ്റെ ന്യായവിധി പോലെ അമേരിക്കയിൽ ന്യായവിധി വന്നു. എബ്രായർ 12:29 ഇന്നലെ രാത്രി വായിച്ചു. നമ്മുടെ ദൈവമോ ദഹിപ്പിക്കുന്ന അഗ്നി അത്രേ. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ വീട്ടിൽ 2 ദാസന്മാരും സ്വർഗവും വന്ന് അനുഗ്രഹം കഴിഞ്ഞു. അബ്രഹാമിനോട് പറഞ്ഞു, ഞങ്ങൾ സോദോമിലേക്ക് പോവുകയാണ്. കല്ലും മണ്ണും നിലവിളിച്ചു എന്നൊരു ഭാഗം പറഞ്ഞു. അവിടെ നിങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. ആ സമയത്ത് അബ്രഹാം ഇടിവിൽ നിന്ന് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരപുത്രൻ ഒരുവനുണ്ട്, ലോത്ത്. അപ്പോൾ അവിടെ ഒരു ചെറിയ ചർച്ചും ഉണ്ട് യഹോവയുടെ, മനസ്സിലാകുന്നവർക്കായി. സ്വർഗ്ഗം ഉടനെ വാട്സപ്പ് നോക്കി, ചർച്ചിൽ എത്ര മെമ്പർഷിപ്പ് ഉണ്ട്? 50 കാണുന്നില്ല. 40 നോക്കി, 30 ഇല്ല, 5 നോക്കി. അവസാനം ശുശ്രൂഷകൻ ലോത്തിനെയും കാണുന്നില്ല, തമ്പേറും ഇല്ല. മനസ്സിലാകുന്നവർക്കായി കരമുയരുന്നില്ലല്ലോ, സ്വോത്രം. ഇതാ അവിടെ സോദോമി ഒരെണ്ണവും നിലവിളിക്കുന്നതില്ല. ഉടനെ അബ്രഹാം പറഞ്ഞു, എന്തായാലും പണ്ട് നമ്മുടെ കൂടെ ട്രാക്ട് കൊടുക്കാൻ വന്നതായ യഹോവയുടെ പ്രവർത്തനത്തിൽ വന്നത് ആ പാറശാല പരസ്യോത്തി ഹല്ലേലൂയ പാടിയതാ. എന്നെ ഓർത്തെങ്കിലും ലോത്തിനെ ഒന്ന് പഠിപ്പിച്ചേക്കണമെന്ന്. സായം സന്ധ്യയിൽ 2 ദാസന്മാരെവിടെ പോയി? ലോത്തിൻ്റെ വീട്ടിലോട്ട് പോയി. ഇവിടെ ഒരു കാര്യം വെള്ളറുടെ പറ്റി പറയാം. ഇന്ന് രാത്രി ദേശത്തൊരു അനർത്ഥം വരുന്നതിന് മുമ്പ് ദൈവമക്കളെ ദൈവം അറിയിക്കും. കരമുയർത്തുന്നവർക്കായി. ഇവിടെ കാരക്കോണോ വെള്ളറുടെ ഒരു മേജർ സംഭവം നടക്കുന്നതിന് മുമ്പ് ദൈവമക്കളെ അറിയിക്കും. മനസ്സിലാകുന്നവർക്കായി. ഇവിടുന്ന് നമ്മൾ വളരെ ബഹുമാന പുരസ്പരം, ഞങ്ങളെയൊക്കെ ജ്യേഷ്ഠ സഹോദരൻ്റെ രീതിയിൽ ഏറെയും ബഹുമാനിക്കുന്ന പാസ്റ്റർ എം പൗലോസ് പാസ്റ്റർ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഊരമ്പിലൊക്കെ ആദ്യമ സമയത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എം പൗലോസ് പാസ്റ്റർ വെള്ള ഉടുപ്പും വെള്ളം മുണ്ട് വിട്ടിട്ട് താഴെയിരിക്കും. അന്ന് അവർ പറയും, പാസ്റ്റർ നിങ്ങൾ മേലെ വരാൻ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ താഴെ ഇരുന്ന് പ്രസംഗം കേൾക്കുന്നതാണ് നല്ലതെന്ന്. ഇന്ന് ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരാണെങ്കിൽ കസേര പിടിച്ചുകൊണ്ടിരിക്കുക, ആരും വിടാതിരിക്കുക. മനസ്സിലാകുന്നവർക്കായി. ബാക്കി കൂടെ കേട്ടാട്ട് ഇന്ന് മനസ്സിലാക്കണം, സുനാമി അടിക്കുന്നതിൻ്റെ, ഇവിടെ വെള്ളറക്കാർക്ക് പലർക്കും സംഭവം അറിയത്തില്ല. സുനാമി അടിക്കുന്നതിൻ്റെ ഞായറാഴ്ച സുനാമി അടിക്കുന്ന വെള്ളിയാഴ്ച കാത്തിരിപ്പിയവും കഴിഞ്ഞപ്പോൾ എം പൗലോസ് പാസ്റ്ററോട് ദൈവം സംസാരിച്ചെന്നാണ് പറയുന്നത്. ഞായറാഴ്ച ഇവിടെ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുന്നു. സംഭവം എന്താണെന്ന് അറിയത്തില്ല. ദൈവാത്മാവ് സംസാരിച്ചു, ചർച്ചിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരണം. മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. കുഞ്ഞുങ്ങളെ വിട്ടു. ശനി പകൽ കാത്തിരിപ്പ് യോഗം, ശനി വൈകിട്ടും കാത്തിരിപ്പ് യോഗം. ആരെയും വീട്ടിൽ വിട്ടില്ല. എല്ലാവർക്കും കഞ്ഞി കൊടുത്തു. എല്ലാവരും ഡ്രസ്സുമായിട്ട് വന്ന ഞായറാഴ്ച രാവിലെയാ 9:30 മണിക്കായി ഈ സുനാമി വരുന്നത്. സുനാമി കടലിളകിയതല്ല. ഇന്തോനേഷ്യയിലെ സുമാത്രയിൽ, മനസ്സിലാകുന്നവർക്കായി, കടലിൻ്റെ അടിയിൽ അഗ്നിപർവ്വതം പൊട്ടിയതാ സുനാമി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, രാമേശ്വരം മുഴുവൻ വെള്ളം ഇങ്ങനെ പൊങ്ങുക. മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞിട്ട് മദ്രാസിലെ മറീന ബീച്ച് വരെ പോയി. ആ 9:30 സമയത്തായി തമ്പേറടിച്ച് ആരാധിക്കുന്നത്. എം പൗലോസ് പാസ്റ്റർ സാക്ഷ്യം കേട്ടാക്കറി, ഒരു തുള്ളി വെള്ളം ഈ പെയ്ത്തോമിനകത്ത് കയറാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല. പ്രാർത്ഥനയ്ക്ക് വിടുതൽ തരുന്നവനാ. ഇന്ന് രാത്രി കാവൽക്കാരാ നീ മയങ്ങുന്നതെന്ത്? ദേശത്തൊരനർത്ഥം വരുന്നതിന് മുമ്പ് ഇടിവിൽ നിൽക്കുന്നവനോട് ദൈവം സംസാരിക്കും. സ്തോത്രം. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പോൾ യൂട്യൂബിലും അത് കിടപ്പുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാം ആഴമായി. അതാ എനിക്ക് ആ കാര്യം ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരുന്നത്. ദൈവദാസന്മാർ ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന് 2 കാര്യം പറയുമ്പോൾ അവസാനിക്കും. ലോത്തിൻ്റെ വീട്ടിൽ ചെന്ന് സഹോദരനെയും, ലോത്ത് പുറത്തും അമ്മാമയെ അകത്തും, കുഞ്ഞുങ്ങളാണെങ്കിൽ മൊബൈൽ ഞെക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ലോത്തിനോട് പറഞ്ഞു, ലോത്തെ പർവ്വതത്തിലേക്ക് ഓടണം, ഈ പ്രദേശത്ത് നിൽക്കരുത്, രക്ഷയ്ക്കായി പുറത്തു വരണം, തിരിഞ്ഞു നോക്കരുത്. ലോത്തിന് കാര്യം പിടികിട്ടി. ബൈബിൾ ക്ലാസ്സും പ്രസംഗമൊക്കെ കേട്ടോ. ലോത്ത് കമാൻഡർ ജീപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് എണ്ണ ഓയിലും ഒക്കെ നോക്കി ഭാര്യയോട് പറഞ്ഞു, സിസ്റ്റർ പെട്ടെന്ന് ഒരുങ്ങിക്കോണം, തീ വരാൻ പോവുക. കുഞ്ഞുങ്ങളോട് പറഞ്ഞു ചുരിദാർ മാറ്റിയിടാം. സ്വോത്രം. പെട്ടെന്ന് വണ്ടി എടുത്ത് മുമ്പിലോട്ടിട്ട് സഹോദരിക്ക് ഇറങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ഒന്ന്, അപ്പോസ്തോലിക് ദൈവസഭയുടെ കൺവെൻഷനോട് ഉടുക്കാൻ വെച്ചിരുന്ന പോത്തീസിലെ സാരി ഇതുവരെ ഉടുത്തില്ല. മനസ്സിലാകുന്നവർക്കായി. ഓണത്തിൻ്റെ ഓഫറിന് വന്ന ഏറ്റവും നല്ല സാംസങ്ങിൻ്റെ ഫോണിനകത്ത് ഇപ്പം വൈഫൈ റൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പോകാൻ പറ്റൂ, സന്തോഷമില്ലല്ലോ. പാറശാല ജോൺസൺ ബേക്കറിയിൽ നിന്ന് കൊണ്ടുവന്ന് ഐസ്ക്രീം ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുക. മലയാളം മനസ്സിലാകുന്നവർക്കായി. അത് കഴിഞ്ഞ് വെള്ളറുടെ നിന്ന് കിട്ടിയ 12 കാല് വൈകിട്ട് മഞ്ചൂരിയൻ അടിക്കാൻ പോകാൻ പറ്റുമോ? ഓട്ടം മുമ്പോട്ടെന്ന് ഓട്ടം പുറകോട്ട്. എങ്കിലും അച്ചായം വലിച്ചു കയറ്റി. കമാൻഡർ ഒരു പരുവത്തിൽ നിന്ന് കോട്ടൂക്കോണത്ത് പോയി. നേരെ കാരക്കോണം വഴി പാറശാല പോസ്റ്റ് ഓഫീസ്. ഇഞ്ചിവള ചെന്നപ്പം, സോബേർ എന്ന് പറയുന്ന കളിക്കാവിളക്കപ്പുറം, ഇഞ്ചിവള ചെന്നപ്പം പറഞ്ഞു, അച്ചായ വണ്ടി ഒന്ന് ചവിട്ടിയാട്ടെ. അതിപ്പോൾ ലോത്ത് വിചാരിച്ചെന്തെങ്കിലും പ്രഥമ കൃത്യത്തിനാന്ന് ലോത്തൊന്ന് ചവിട്ടി. സ്വോത്രം. അമ്മമ്മ പെട്ടെന്ന് താഴോട്ടിറങ്ങി. മനസ്സിലാകുന്നവർക്കായി. നേരെ കളിക്കാവിളയിലേറ്റല്ല, ബാക്ക് ടു പാറശാല പോസ്റ്റ് ഓഫീസ്. ലോത്ത് കണ്ണാടി കൂടെ നോക്കിയപ്പോൾ ദാണ്ട് ഒരു 30
തൂണ് നിൽക്കുന്നു. കുഞ്ഞുങ്ങളോട് ഞങ്ങളുടെ നാടൻ ഭാഷ പോയവള് പോയി നമുക്ക് ഫസ്റ്റ് ഗിയർ ഒറ്റ പോക്ക്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ക്ലിയർ. ലോത്ത് എവിടെ പോയി? സോബയറിൽ ഇറങ്ങി. ലോത്ത് സോബയറിൽ ഇറങ്ങിയതിന് ശേഷമാ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. ഇന്ന് രാത്രി ആൻറ്റി ക്രൈസ്റ്റോ ലോകമഹായുദ്ധമല്ല, വചനം കേട്ടവനെ അക്കരെ നാട്ടിലെത്തിച്ചതിന് ശേഷമാ ഇവിടെ തീ ഇറങ്ങാൻ പോകുന്നത്. ഇനി അമേരിക്കയിൽ തീ ഇറങ്ങുമോ? എബ്രായർ 12:29 മോൻ പറയുമ്പോൾ വായിക്കണം. കൺക്ലൂഷനിലേക്ക് പോകാൻ പോവാ. ജനുവരി മാസം 5-ാം തീയതി എല്ലാവരും കേൾക്കണം. 2025 ജനുവരി 5 എല്ലാവരും കേൾക്കണം. 2 പെൺകുട്ടികൾ അവിടെ അമേരിക്കയിലെ സിനിമാ ഈ അവാർഡ് ദാനം, ഹോളിവുഡിൻ്റെ അവാർഡ് ദാനം. പറയാൻ ലജ്ജ അമ്മമ്മ, എങ്കിലും അങ്ങ് പറയുക. ലോകം തീരാറായി. ചുട്ടിപ്പാപാടെ കൊടുത്ത് മൈക്കും എടുത്തിട്ട് പറയുക, ഹൂ ഈസ് ദ യൂണിവേഴ്സ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗോഡ്. അഥവാ ഉൽപ്പത്തി. ആരാ പറഞ്ഞ ആകാശവും ഭൂമിയും കർത്താവ് ഉണ്ടാക്കിയാന്ന്? ഈ പെൺപിള്ളേർ പറയുക ദാറ്റ് ഈസ് എ ഫിനോമിന. അതൊരു പ്രതിഭാസമാണ്. കർത്താവൊന്നുമല്ല ഉണ്ടാക്കിയത്. 48 മണിക്കൂർ കഴിഞ്ഞില്ല, അമേരിക്ക തീ ഇറങ്ങി. എല്ലാവരും പത്രം വായിക്കുന്നവർക്കായി. കുഞ്ഞമ്മ മരകണ്ഠം ചാടിയതൊന്നും വായിച്ചിട്ട് കാര്യമില്ല. സ്വോത്രം. മാങ്കൂട്ടത്തിലെയും തേൻകൂട്ടത്തിനെയും വായിക്കാതെ ഇതൊക്കെ വായിര്. കർത്താവ് വരാറായി. സ്വോത്രം. അതൊക്കെ ഇപ്പം തീരും. മാങ്കൂട്ടവും തേൻകൂട്ടവും ഒക്കെ ഇപ്പം തീരും. ഇതിനകത്തും കാര്യമില്ല. പറഞ്ഞുതരാം. എന്താ? അമേരിക്കയിൽ 48,000 ഏക്കറാ കത്തിയത്. 28,000 വീട് കത്തിപ്പോയി. അത് കഴിഞ്ഞതിന് 28 പേരാ തീയിൽ വെന്ത് മരിച്ചത്. ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റർ വന്ന് പുക ട്രംപ് കരഞ്ഞുകൊണ്ട് കുടഞ്ഞുകൊണ്ടാണ് തീ തീർന്നത്. മലയാളത്തിൽ അമേരിക്കയെ ദൈവം പിടിക്കും. സ്വോത്രം. ഇപ്പോൾ പിന്നെ പെന്തിക്കോസുകാർ ട്രംപ് വന്നപ്പം പറഞ്ഞു ഞങ്ങളുടെ രക്ഷകൻ വന്നേ, ഞങ്ങളുടെ രക്ഷകൻ വന്നേ. നിൻ്റെ രക്ഷയ്ക്കല്ല, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കാണ് ട്രംപ് വന്നു. സ്വോത്രം. പിന്നെ ട്രംപിനൊരു ഗുണമുണ്ട്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. അവൻ എവിടെ ചെന്നാലും യേശു രക്ഷകനെന്ന് പറയും. ഞങ്ങൾ മിണ്ടാതിരുന്ന ദൈവമെന്നും പറയും. മനസ്സിലാകുന്നവർക്കായി. രണ്ടാമത്തെ കാര്യം, ട്രംപ് ഇന്നാൾ പറഞ്ഞതാ അമേരിക്കയുടെ പ്രസിഡന്റ് ദൈവം എന്നെ ആക്കിയെന്ന്. സ്വോത്രം. മൂന്നാമത്തെ കാര്യം അവൻ പറഞ്ഞു അമ്മ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റ് ആയെന്ന്. നാലാമത്തെ കാര്യം, എല്ലാ സ്കൂളിലും 50,000 ബൈബിൾ കുഞ്ഞുങ്ങൾക്ക് വായിക്കാൻ വീട്ടിൽ പോകുമ്പോൾ ചോക്ലേറ്റുകളൊന്ന് കൊണ്ടുവന്നു. സ്വോത്രം. ഇവിടെ ഒരു ട്രാക്ട് മേടിക്കുന്നില്ല. അഞ്ചാമത്തെ കാര്യം, ട്രംപിൻ്റെ പ്രത്യേകത, മന്ത്രിസഭാ യോഗം തുടങ്ങുമ്പോൾ എല്ലാവരും 2 മിനിറ്റ് ഹല്ലേലൂയ പറയണമെന്ന്. സ്വോത്രം. ഇവിടെ 10 മണിക്ക് ഉപദേശിച്ച് തമ്പേർ കൊണ്ടുമ്പോൾ വലത്തെ ബാധിക്കുള്ളൂ. സ്വോത്രഗീതം പാടുക നീ മനമേ. ഒറ്റ പോക്ക്. പാട്ടുമില്ല, പ്രാർത്ഥനയില്ല. ആറാമത്തെ കാര്യം, മോഡി സാർ കേട്ടാലും നാട്ടുകാർ കേട്ടാലും ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അമേരിക്കയ്ക്ക് രക്ഷ യേശു ക്രിസ്തു മാത്രം. കാര്യം ഉയർത്തുന്നവർക്കായി. ഇന്ത്യക്കാർ സന്തോഷിക്കണ്ട. ലൈവ് പോവുക. ഈ ട്രംപിൻ്റെ ഏറ്റവും അടുത്ത കയ്യായി പാകിസ്ഥാൻ. പാകിസ്ഥാൻ്റെ പിന്നെ പ്രതിരോധ നേതാവ് അസം മുനീറും ഇവനുമായിട്ട് ട്രംപിൻ്റെ മക്കളുമായിട്ട് ഭയങ്കര ബിസിനസ്സാണ്. അതുകൊണ്ട് ഇന്ത്യയായിട്ട് അകലും, ഇന്ത്യയിലെ കച്ചവടവും പോകും. കഴിഞ്ഞ ദിവസം തിരുപ്പൂരിൽ നിന്നൊരു പയ്യൻ എന്നോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു പാസ്റ്റർ ഇവിടെ തീർന്നെന്ന്. ഞാൻ ചോദിച്ചു ബോംബ് വേണമെന്ന്. എല്ലാ തുണിയും അമേരിക്ക പൊക്കോണ്ടിരുന്ന ഇരട്ടി തീരുവ, തുണി കെട്ടിക്കിടക്കുക. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ബാക്കി കൂടെ കേട്ടോ, നിങ്ങളുടെ രക്ഷകനല്ല, 3.5 ലക്ഷം ഇന്ത്യക്കാരിപ്പോൾ തിരിച്ചു വരാൻ പോവുക. സ്വോത്രം. 5 കുടിയേറ്റ നിയമം കർശനമാക്കി. നാളെ പത്രത്തിൽ വരുന്ന വാർത്ത. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരെ അമേരിക്കയിൽ എന്നോട് വിളിച്ച് പറയാം 5 വർഷത്തെ സ്റ്റഡി വിസ എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോകുന്നു. സ്വോത്രം. ട്രംപിന് ഇതില്ല. അല്ലെ പഠിക്കണേ 88 ലക്ഷം രൂപ കൊടുക്കണമെന്ന്. 88 ലക്ഷം രൂപയുടെ കാരക്കോണത്ത് 8 ഏക്കർ നമ്മൾ മേടിക്കുക. ഹല്ലേലൂയ പാടും. മനസ്സിലാകുന്നവർക്ക് ആ സ്വോത്രം. നാളത്തെ പത്രവാർത്തയാണ് കുഞ്ഞമ്മാമ. ഇതെല്ലാം വായിക്കണം. സ്വോത്രം. മാങ്കൂട്ടത്തിലും തേങ്കൂട്ടത്തിലും വായിക്കാതെ കണ്ടോ. അന്നേരം ട്രംപ് വന്ന ഇന്ത്യയുടെ രക്ഷകനൊന്നുമല്ല. അവൻ്റെ പിൻപിൽ ഒരു അജണ്ട. ഹീസ് എ ബിസിനസ് മാൻ വിത്ത് എലോൺ മസ്ക്. അവനുമായിട്ടൊരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ കൈവിടാത്തത് ട്രംപ്. അത് കണ്ടിട്ടാണ് മോഡി സാർ ഇപ്പം കളം മാറ്റി പിടിക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഇതെല്ലാം അന്ത്യകാല സംഭവങ്ങളാണ്, പ്രസംഗം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അമേരിക്ക തീ ഇറങ്ങുമോ? ബൈബിളിനകത്തുണ്ടോ? എബ്രായ ലേഖനം 12-ാം അധ്യായം 29-ാമത്തെ വാക്യം വായിക്കണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. കരമുയർത്തുന്നവർക്കായി മറുതലിക്കുന്നവനെ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഇത് ഒരു പ്രസംഗത്തിൻ്റെ അവസാന ഭാഗമാണ്. ദൂതന്മാർ ചെന്ന് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും എവിടെ സോബയറിലെത്തിച്ചിട്ട് ആകാശത്ത് നിന്ന് തീ ഇറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം. ഇവിടെ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റവരെ നിത്യതയിലെത്തിക്കുവാൻ
എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്കായി ആരെ ചേർക്കുവാൻ? യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത് എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ വരാറായി. സമയത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് നാളെയും കാൽവറി. 2 കാര്യം പറഞ്ഞ് ഇന്ന് രാത്രി വൈൻഡപ്പ്. എന്താ സംഭവം എന്നറിയോ? കാൽവറി മല. ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്തായിൽ പരമയാഗമായി. എല്ലാവരും ഇവിടെ കേൾക്കണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. 2 കള്ളന്മാരുടെ നടുവിൽ കാന്തൻ പരമയാഗമായി. അതിൽ യേശു പ്രാണനെ വിടുന്നതിന് മുമ്പ് ഒരു കള്ളൻ യേശുവിൻ്റെ മുഖത്ത് നോക്കി, ഒരു മേലെഴുത്തമ്മാമേ, യഹൂദന്മാരുടെ രാജാവ്. അവന് വല്ലാത്തൊരിത് തോന്നി. അവൻ പറഞ്ഞു, നീ രാജാവാണ്. ഇവർ പറയുന്നു, നീ ഇറങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ മറ്റേടത്ത് അപ്പുറത്തെ സൈഡിൽ ഒരു കള്ളനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, നീ മിണ്ടരുത്. 5 കോടതി 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് അവനൊരു കുറ്റവുമില്ല. നമ്മൾ പാറശാലയിൽ നെയ്യാറ്റിൻകരയും പിട്ടാപ്പള്ളി ജുവലറി മൈജി എല്ലാം കുത്തി തുറന്നതാ. മനസ്സിലാകുന്നവർക്ക് സ്തോത്രം. അതാ മലയാളം. നാം സ്വാഭാവികമായി ശിക്ഷ അനുഭവിക്കുന്നവനെ 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും കാര്യമില്ല. അത് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തൊന്ന് നോക്കി, ഇതാ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. കരമുയർത്തുന്നവർക്കായി. കള്ളം പറഞ്ഞു, യവൻ ഇവിടെ തീർന്നാലും രാജാക്കന്മാരുടെ രാജാവായി വരും. യേശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആ കള്ളൻ ഒറ്റ വാക്കേ പറഞ്ഞോളൂ, കോട്ടൂക്കോണം, നാളെ യോഗം നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയത്തില്ല. അവൻ പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ പാപിയായി എന്നെ ഓർക്കണമേ. ഇതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. യേശു അവൻ്റെ പഴയ ഹിസ്റ്ററി നോക്കിയില്ല, കാട്ടാക്കടയുടെ പേപ്പർ നോക്കിയില്ല. എന്നെ പോലുള്ള ഉപദേശിമാരായിരുന്ന യേശുവിനെ കണ്ടേ പറഞ്ഞിരുന്നത്, കർത്താവ് 34 ലക്ഷം രൂപയുടെ അമേരിക്ക PC-നാക്കി പ്രസംഗിക്കാൻ വിസ വേണമെന്ന്. ഇതൊന്നും ആ പാവം കള്ളം പറഞ്ഞില്ല. അങ്ങ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഒറ്റ വേടാച്ചായ അമ്മാമേ, നിന്നെ നിത്യതയിലെത്തിക്കുന്ന ഒരു വാക്കാ, ഈ പാപിയായി എന്നെ ഓർക്കണമേ. വെള്ളറടയിലെ പോലീസ് സ്റ്റേഷൻ്റെ ക്ലിയറൻസ് ഇല്ല, ആധാറിൻ്റെ കോപ്പിയില്ല, PhD ഉണ്ടോ നോക്കിയില്ല, കറുത്തവനാന്ന് നോക്കിയില്ല, വെളുത്തവനാന്ന് നോക്കിയില്ല, കുടുംബം നോക്കിയില്ല, കുലം നോക്കിയില്ല, രക്തത്തിൻ്റെ കളർ നോക്കിയില്ല. ഒരൊറ്റ വാക്ക് നാഥൻ പറഞ്ഞു, ഞാൻ വരുമ്പോഴല്ല, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിലിരിക്കും. ഇതിൻ്റെ പേരാ സുവിശേഷ പ്രസംഗം. ഇന്ന് രാത്രി കോട്ടുകോളം. സുഹൃത്തേ, നീ ഒരു പാപിയാണോ? നീ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? ആ കാൽവറി മല ഇന്ന് രാത്രി നിന്റെ മുൻപിൽ ഉയർന്നു നിൽക്കുന്നു. ആ രക്ഷിതാവിനെ ഇന്ന് രാത്രി നീ കാണുക. കരമുയർത്തി പറ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മദ്യപാനിയാണ്, ഞാനൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ആ കാൽവറി രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. വിത്തിൻ സെക്കൻഡ് എന്നോട് കൂടെ പർദീസയിലിരിക്കും. മക്കളെ, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വം. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കോ ദൈവശക്തി. അവസാനിപ്പിക്കുന്ന ഒരു ഭാഗം പാട്ടിലേക്ക് എല്ലാവരും കേൾക്കണം. മർത്തോമാ സഭയിൽ കഴിഞ്ഞ വീഡിയോകളിൽ പലതും അജയ് റിപ്പോർട്ട് ചെയ്തു. കേൾക്കാത്ത കുറേ അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിമാർ കേട്ടോണോ? മർത്തോമാ സഭയിൽ പ്രസംഗിക്കുന്ന ഒരു അച്ഛനുണ്ട്, ഷാജി തോമസ്, ചാത്തന്നൂക്കാരനാണ്, ഞങ്ങളുടെ സ്നേഹിതൻ, നല്ല വിദ്യാഭ്യാസം. എന്നെ മെൻഷൻ ചെയ്യുന്ന സാറേന്ന. കഴിഞ്ഞ നവംബർ എല്ലാവരും കേട്ടാട്ടെ, അദ്ദേഹം കുവൈറ്റിൽ 4 ദിവസത്തെ കൺവെൻഷൻ മർത്തോമാ സഭയിൽ പോയി. പള്ളിയോട് ചേർന്ന് മിഷൻ വീട്ടിൽ താമസം. സഹോദരിമാരെല്ലാം നോട്ട് ചെയ്യണം. നിങ്ങളുടെ പള്ളിയിൽ നിങ്ങൾക്ക് പറയാം എന്താ സംഭവിച്ചത്. 3 ദിവസവും പ്രത്യേകം ഉച്ചയ്ക്ക് ഭക്ഷണം, വൈകിട്ട് പ്രസംഗിക്കും, ആരെങ്കിലും കാപ്പി കൊടുക്കും, പള്ളിയിൽ താമസം. മനസ്സിലാകുന്നവർക്കായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരി 4 വയസ്സുള്ള നമ്മുടെ മോൻ്റെ കണക്ക് ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, നാളെ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ടോ? അച്ഛൻ പറഞ്ഞ് ഭക്ഷണത്തിന് വിളിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 ഞങ്ങളുടെ വീട്ടിലൊന്ന് വരും, ഒരു വാക്ക് പ്രാർത്ഥിക്കും. അച്ഛന് സന്തോഷമായി, ആരും പറയാത്ത കാര്യം. അച്ഛൻ പറഞ്ഞു, എൻ്റെ വണ്ടി ഒന്നുമില്ല, ഇവിടെയും വണ്ടിയിൽ ആരെങ്കിലും വന്നാൽ. അവർ പറഞ്ഞ് 4 മണിക്ക് വരാം. 4 മണിക്ക് വന്നു. അച്ഛൻ വണ്ടിയിൽ കയറി. ഒരു കൊച്ചു ഫ്ലാറ്റ്. അവിടെ ഈ പെൺകുട്ടിയുടെ പേര് സിനി, ഭർത്താവ് 36, ഈ മോള് 34, 4 വയസ്സുള്ള മോൻ. അവർ ചായ കൊടുത്തു, പലഹാരം കൊടുത്തു. എല്ലാവരും കേൾക്കണം അമ്മച്ചി. എന്നിട്ട് അവൾ ഇറങ്ങാൻ നേരം പ്രാർത്ഥിച്ചപ്പോൾ ഒരു CD കൊടുത്തു. അതിനകത്ത് അവളുടെ ഫോട്ടോ ഉണ്ട്, നാദാ നീ തന്ന സൗഖ്യം. അച്ഛൻ ഞെട്ടിപ്പോയി. ഈ പെങ്കൊച്ചിൻ്റെ ഫോട്ടോ, നാദാ നീ തന്ന സൗഖ്യം. കുഞ്ഞെ, ഇതെന്തായി CD? അപ്പോൾ പറഞ്ഞൊരു കഥ. അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ ഇന്ന് രാത്രി. അച്ഛാ, 3 വർഷം പുറകിൽ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ നാക്കിനകത്ത് ചെറിയ കുരുപ്പ്. കുവൈറ്റിൽ ആശുപത്രികൾ മുഴുവൻ പറഞ്ഞ് ക്യാൻസർ. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ഭയങ്കരമാണ്. അവർ റെഫറൻസ് തന്നു. ഞങ്ങൾ കുഞ്ഞിനെ അടുത്ത ഫ്ലാറ്റിൽ ഏൽപ്പിച്ചു. രാത്രി 12 മണിക്ക് കുവൈറ്റിൽ നിന്ന് കയറി 4 മണിക്ക് തിരുവനന്തപുരത്ത് വന്നു. മെഡിക്കൽ കോളേജിന് സമീപം റൂം എടുത്തു. RCCയിൽ നേരെ ആരോ നേരത്തെ പറഞ്ഞത് കൊണ്ട് 10 മണിക്ക് RCCയിൽ ചെന്നു. ഭാര്യയും ഭർത്താവും കേൾക്കണം. ഡോക്ടറിൻ്റെ മുൻപിലിരിക്കുക. ഡോക്ടർ റിപ്പോർട്ടെല്ലാം നോക്കി, കുവൈറ്റെല്ലാം നോക്കി. എന്നിട്ട് ഡോക്ടർ വായിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, എല്ലാ സിസ്റ്റർമാരും കേൾക്കണം. ഒരു പോംവഴിയുണ്ട്, നാക്ക് മുറിച്ചാൽ രക്ഷപ്പെടാം. മനസ്സിലാകുന്നവർക്കായി. 34 വയസ്സുള്ള ഒരു പെൺകുട്ടി. അമ്മമ്മേ, അമ്മച്ചി കേട്ടോ? ചായ ഒരു കുഞ്ഞുമുണ്ട്.
അവളുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിൽ. അവർ പറഞ്ഞു ഇന്നിനി ടെസ്റ്റില്ല, നാളെ ഫാസ്റ്റിങ്ങിൽ വരണം, ബയോപ്സി സഹിതമുണ്ട്, 14 ടെസ്റ്റ്, പൈസ കെട്ടിവെക്കാൻ പറഞ്ഞു. കെട്ടിവെച്ചിട്ട് പാൻ പറഞ്ഞു ഏതോ ഒരു തുള്ളിമരുന്നും കണ്ട് വേദനയ്ക്ക് കൊടുത്തു. അവർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ചെന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചു. ഇന്ന് കർത്തൃദാസൻ പറഞ്ഞു പോലെ 2 പേർ ഐക്യമത്യപ്പെട്ടു. ഭാര്യയും ഭർത്താവും കരം കൊടുത്തു. അവൾ ഇങ്ങനെ കരമുയർത്തി, അമ്മച്ചി കേട്ടാട്ട്, ക്യാൻസർ വന്നത് ദൈവം അറിഞ്ഞുകൊണ്ട്, ദൈവം അറിയാതെ വരത്തില്ല. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ ഞാനൊന്ന് അങ്ങയോട് പറയുന്നു, ഞാൻ പള്ളിയിൽ പാടുന്ന പെൺകുട്ടിയാണ്, 2 കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരവസരവും കൂടെ നീ എനിക്ക് തരത്തില്ലേ? കരമുയർത്തുന്നവർക്ക് ആശോത്രം. പിറ്റേന്ന് പോയി ടെസ്റ്റ് എടുത്തു. അമ്മമ്മയെ കേൾക്കണം, ജീവൻ്റെ സാക്ഷ്യം. 7 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 7-ാം ദിവസം രാവിലെ ചെന്നു. ഡോക്ടറോട് ഒരു അസിസ്റ്റൻ്റ് ഡോക്ടർ ദാണ്ട് ഇങ്ങനെ ആ പ്ലാസ്റ്റിക് കാർഡ് കൊടുത്തപ്പോൾ റിസൾട്ട് ഇങ്ങനെ അടിക്കുക, എല്ലാം ഇങ്ങനെ വരിക. സ്റ്റാപ്ലർ പിൻ ചെയ്തപ്പോൾ അസിസ്റ്റൻ്റ് ഡോക്ടർ മുഖത്തൊരു ചെറിയ ചിരി പോലെയുണ്ട്. മറ്റവരെ കൊടുത്തു. അപ്പോൾ ആ മെയിൻ ഡോക്ടർ വായിച്ചിട്ട് പറഞ്ഞു, ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. എന്താ പറഞ്ഞതെന്നറിയാമോ ഡോക്ടർ? തൽക്കാലം നാവ് മുറിക്കണ്ട, നമുക്ക് കീമോ എടുത്ത് റേഡിയേഷൻ കൊണ്ട് നിർത്താം. 2 വർഷം ആ പെൺകുട്ടി കുവൈറ്റിൽ നിന്ന് വന്നും പോയി. അമ്മച്ചി തിരുവനന്തപുരം RCC റേഡിയേഷനും എടുത്തു, കീമോയും എടുത്ത്. 2 വർഷം കഴിഞ്ഞപ്പോൾ നാവ് പൂർണ്ണ സ്വതന്ത്രമായി. അന്ന് അവൾ 10 പാട്ട് എഴുതി, നാദാ നീ തന്ന സൗഖ്യം. 2 പാട്ട് അവൾ പാടി, ബാക്കി 8 പേരെ കൊണ്ട് പാടിച്ചു. ഇന്ന് രാത്രി കുവൈറ്റിലെ സിനിയെ സൗഖ്യമാക്കുവാൻ സർവശക്തന്റെ കരമുണ്ടെങ്കിൽ ഈ രാത്രി പറയണത്, വചനമുയർത്തുന്നവനെ വിടുവിക്കുവാൻ, ആയുസ്സിന് നീളം കൊടുക്കുവാൻ ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. അവസാനിപ്പിക്കുന്നു, ബാക്കി നാളെ വരുന്നു ലോകത്തിന്റെ പ്രഭു. യോഹന്നാൻ 14:30 പാടുന്ന കുഞ്ഞുങ്ങൾ വന്നാട്ടെ. യോഹന്നാൻ 14:30 മോൻ വായിച്ച് സഹായിച്ചാട്ടെ. ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുന്നില്ല. യേശു പറഞ്ഞത് എല്ലാവരും ഏറ്റവും. യേശു പറഞ്ഞു, ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കത്തില്ല. വായിച്ചാട്ടെ. ലോകത്തിന്റെ പ്രഭു വരുന്നു. ലോകത്തിന്റെ പ്രഭു വരുന്നു. അടുത്തത്, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അവൻ എന്നോടൊരു കാര്യവുമില്ല. യേശുവിനോട് കാര്യമില്ലെങ്കിൽ യേശുവിൻ്റെ മക്കളോടും കാര്യമില്ല. ആ പ്രഭു വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. കരമുയർത്തി പിടിക്കാം. ബാക്കി നാളെ ഇസ്രായേൽ ഹമാസ്. കരമുയർത്തി പിടിച്ചാട്ടെ. ആ പ്രഭു വരുന്നതിന് മുമ്പിട്ട് ഇവിടെ ഒരു സംഭവം നടക്കും. കരങ്ങൾ ഉയരട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. കോട്ടുകോളവേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ബാക്കി നാളെ രാത്രി എല്ലാവരും എഴുന്നേറ്റാട്ടെ. സ്വർഗീയ സിയോനിൽ നാം പോകാറ്. എല്ലാ കരങ്ങളും അടിച്ച് കൃത്യസമയത്ത് ഞാൻ 9:30 പാസ്റ്ററോട് പറഞ്ഞ ആ സമയത്ത് അവസാനിക്കും. ആരും ഗ്രൗണ്ട് വിട്ടു പോകരുത്. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കഴിയട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് മാനവകരമാ സിയോനിൽ നാം വേഗം ചേരാറ്. നമ്മുടെ കാന്തൻ വരാറ്. എല്ലാ കരങ്ങളും തട്ടി കർത്തർക്ക് മഹിമയായി, ആണ്ടവരിൻ വല്ലമായി, ദേവൻ വല്ലമായി. ഇന്ന് രാത്രി എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ രോഗക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കരം തട്ടി കർത്തർക്ക് മഹിമ. യെസ്, എല്ലാ കരങ്ങളും അടിച്ച് ചേർന്ന് പാടി ശക്തിയോടെ 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 ഒരു പഴയ പാട്ട്, ആട്ടുകുട്ടിയുടെ രക്തത്താലോ. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോവിടെ എത്തും. മനോഹരമാം സിയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോവിടെ എത്തുമ്പോ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയും സാനന്ദം പാടിയും ശ്രീയേശുരാജൻ മുൻപാകെ. ആനന്ദം കൂടിയും സാനന്ദം പാടിയും ശ്രീയേശുരാജൻ മുൻപാകെ. ഞാറ്റിൽ തീരൂ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീരും. ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷക ശ്രുതി നീനക്കുന്നു. ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാ ശ്രുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. ആർപ്പോടു നിന്നെ
ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. തളരാതെ മുൻപോട്ട് തന്നെ ഓടുന്നു എൻ വിരുദിനായി. ശക്തിയോടെ ആർപ്പോരു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. പ്രത്യാശയോടെ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്ക്. ശത്രുക്കളാരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ വെള്ളം തുള്ളുന്നു. ശക്തിയോടെ ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ. ഭാഗ്യകാലം ഓർക്കുമ്പോൾ വെള്ളം തുള്ളുന്നു. പ്രത്യാശയോടെ ഈ ലോകസുഖം തള്ളി ഞാനാ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമായ രാജ്യത്തിൽ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. പ്രത്യാശയോടെ രക്തത്തിൻ ഫലമായി വാഴുവേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ഞാട്ടിനീരും രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. അഞ്ചാക്കിലെ അഞ്ചെങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ പാടിടും. മകത്വം രക്ഷക സുതിനീനക്കെന്നും ചിറ്റിൽ നീന്തെടുത്തതിനാൽ സ്തുതിക്കും അങ്ങിന ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. സ്തുതിക്കും അങ്ങിന ആയുഷേ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നും അധികമായി ആരാധിപ്പേ. ഇന്നും എല്ലാ കരങ്ങളും പഠിച്ച് ഇന്നും അധികമായി ആരാധിപ്പേ. ഇന്നും ഉള്ളത്തോടെ ഉള്ളത്തോടെ ആരാധിപ്പേ. മുഴുവനത്തോടെ അன்பு കോരുവേ. ആരാധന ആരാധന അപ്പച്ചൻ ആരാധന ആരാധന ചേർന്ന് പാടി. ആരാധന 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 ആരാധന. എബിനേസരേ എബനെസരേ ഇതുവരെയും ഉദവിതിരേ. നന്ദിയപ്പാ. എബനെസരേ ഇതുവരെയും ഉദവിതിരേ. ഇതുവരെയും ഉദവിതിരേ. ഉള്ളത്തോട് ആരാധിപ്പേ. മുഴുവനത്തോട് അன்பு കോരുവേ. ആരാധന എല്ലാ കരങ്ങളും പഠിച്ച അപ്പച്ചന്റെ ഭാഗ്യമായി ആണ്ടവരിൽ വല്ലമായി. ആരാധനേ ഓ ആരാധനേ ആരാധനേ ഓ ആരാധനേ ആരാധനേ. യഹോവ റാഫ യഹോവ റാഫ യഹോവ റാഫ സുഗന്ധത്തിരേ. നന്ദിയയ്യാ. നന്ദിയയ്യാ. ഓ യഹോവ റാഫ യഹോവ റാഫ സുഗന്ധത്തിരേ. നന്ദിയയ്യാ സുഗന്ധത്തിരേ. നന്ദിയയ്യാ. മുഴുവനത്തോട് ആരാധിപ്പേ. മുഴുവനത്തോട് അன்பு കോരുവേ. ആരാധന അപ്പച്ചന്റെ ദേവൻ വല്ലമായി. ആരാധന ഓ ആരാധന 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 ആരാധന. എൽറോയ് എൽറോയി എൽറോയി എന്റെ കണ്ണീരേ നന്ദിയയ്യാ. ഓ എൽറോയി പട്ടണം വിടുവിക്കപ്പെടട്ടെ. കണ്ണീരേ നന്ദിയയ്യാ. മുഴുവനത്തോട് എല്ലാ കരങ്ങളും പഠിച്ച് ആരാധിച്ചോട്ടെ.
ആരാധന, ആരാധന. എല്ലാ കരങ്ങളും അടിച്ച് ഇന്ന് രാത്രി വിടുതലിന്റെ രാത്രി, സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ പൊട്ടുന്ന രാത്രി, എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡുകളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എല്ലാ കരങ്ങളും അടിച്ച് അരുമയാണ് തമിഴ് പാടൽ പാടി ആണ്ടവരിൻ വല്ലമായി ദേവൻ വല്ലമായി പരിശുദ്ധ ആത്മാവിൻ ധ്രുവയാവി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഇത് വിടുതലിന്റെ രാത്രി. വല്ലമായി ആരാധന, അപ്പച്ചൻ അപ്പച്ചൻ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിക്കട്ടെ. ഒരു തീ കത്തുന്നത് പോലെ, ഒരു മഴ പെയ്യുന്നത് പോലെ, ഒരു കാറ്റടിക്കുന്നത് പോലെ ഇന്ന് രാത്രി അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എന്റെ ആത്മാവിന്റെ പകരം പുത്രന്മാരെ പ്രവചിക്കും. യുവാക്കൾ ദർശനങ്ങളെ കാണും, വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. മേലാകാശത്തിലും കീഴെ ഭൂമിയിലും അത്ഭുതങ്ങളും അടയാളം. ദേവൻ വല്ലമായി, ആണ്ടവരിൻ വല്ലമായി പരിശുദ്ധാത്മാവിന്റെ കരം എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ അന്യായ കട്ടികളും ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ ആരാധനയിൽ അഴിയട്ടെ. കൃപയേ, 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 കൃപയേ. നന്ദിയപ്പ, നന്ദിയപ്പ, നന്ദിയപ്പ. നിന്റെ കരുണയ്ക്കായി, നിന്റെ കൃപയ്ക്കായി നന്ദിയപ്പ. ചാനക ബൗദ്ധമനാഥന വന്ദൽ കമനാത്തുന വൈഡമനദന. നന്ദിയപ്പ. ഒരു നിമിഷം കൂടി தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த அருமையான செய்தி கூட்டங்களில் மூணாவது இரவு ஒரு அம்மா தன் குழந்தையுமாய் வீட்டுக்குள்ள இறங்கி ஹாகார் அவருக்கு அப்ரகாம் கொடுத்தது துருத்தியில் தண்ணியை கொடுத்துரு. இந்த தீர்க்கமான யாத்திரை போயிருக்குது, தண்ணியில வெள்ளம் முடிஞ்சாச்சு, இந்த காடை இருக்குது, அவட குஞ்சின கடத்து இருக்குது. அம்மா தாய் பெர்ஷபா மருபூமியில் முட்டுமடக்கி ஜபத்தை கொடுக்குது, சொர்க்கத்தை பிடிச்சா ஐயா യേശു அப்பா என் கர்த்தரே. ரெண்டு மரணம் நடக்கும். ஒண்ணு முன்னாடி என் குழந்தை மறிக்கும், பின்னாடி நானும் மறிக்கும். ஒரு உற்று தண்ணியை கிடைக்குமோ? என் கால்கள் குழஞ்சிருக்குது, ஒரு அடி போல നടക്കാൻ വയ്യ. ആശയറ്റ ഹാഗാറിന് വേണ്ടി സ്വർഗത്തിന്റെ കരമിറങ്ങി. ഇന്ന് രാത്രി ആര് കരമുയർത്ത്? സിസ്റ്റർ, നിന്റെ വിഷയത്തിൽ ഒരു ഉറവ തുറക്കാൻ ദൈവം വിശ്വസ്തന. അപ്പച്ചാ, വിഷയത്തിൽ ഒരു ഉറവ തുറക്കാൻ ദൈവം വിശ്വസ്തന. അമ്മച്ചി, ആ കരം ഉയർത്തി പിടിച്ചാട്ടെ. ഒരടി നടന്നില്ല. ഹാഗാറിന് വേണ്ടി കിണർ പറ്റാൻ ആരും വന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് ബോർവെൽ വന്നില്ല. സയൻസ് വായിച്ച് ഞാൻ കരഞ്ഞു. ഒരമ്മയുടെ കണ്ണുനീർ ആ മണലിൽ വീണപ്പോൾ 2 കിലോമീറ്റർ കടന്ന വെള്ളം ഒരു തായ് കയ്യിൽ കൊടുത്തു. ഒരു തായ് കുളന്തയ്ക്ക് വേണ്ടി ഉറ്റ തണ്ണീർ മരുഭൂമി കൊടുത്തപ്പോൾ ഉറവയെ തുറന്ന ദൈവം. ആ കരം ഉയർത്തി പിടിച്ചാട്ട്. എന്റെ വിസയുടെ വിഷയത്തിൽ, എന്റെ പരീക്ഷയുടെ വിഷയത്തിൽ, എന്റെ ജോലിയുടെ വിഷയത്തിൽ, എന്റെ PSCയുടെ ടെസ്റ്റിന്റെ വിഷയത്തിൽ, എന്റെ രോഗത്തിന്റെ വിഷയത്തിൽ, എന്റെ കടഭാരത്തിന്റെ വിഷയത്തിൽ, എന്റെ ലോണിന്റെ വിഷയത്തിൽ ഈ ദിവസങ്ങളിൽ ദൈവം ഒരു ഉറവയെ തുറക്കുക. കരം ഉയർത്തി പിടിച്ചാട്ടെ. കരങ്ങൾ സ്വർഗത്തിലേക്ക്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവർ. എല്ലാവരും ചേർന്നൊരു പഴയ പാട്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന്. യെസ്, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. കോട്ടുകോണ കരമുയരട്ടെ. മണി പോലെ അന്ത്യം വരെ താങ്ങും താങ്ങി നടത്തിടും പൊൻകരത്താൽ. ഒരിക്കൽ കൂടി നിന്നെ വിളിച്ചവൻ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ. അമ്മച്ചിയേ, മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ, അന്ത്യം വരെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ലോർഡ് ജീസസ് താങ്ങി നടത്തിടും പൊൻകരത്താൽ. കരങ്ങൾ ഉയരട്ടെ. അടലേറും ജീവിതം അരുവിൽ സ്വർഗത്തിന്റെ ക്യാമറ ഈ മക്കളെ കാണട്ടെ. തളരുകയോ ഇനി സഹജേ. ലോർഡ് ജീസസ് അടലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പ്രയാണത്തിൽ കോട്ടുകോണം, പ്രയാണത്തിൽ ചാരിടുവാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരു നല്ല
നായകൻ നമുക്കില്ലയോ കരുതൂ കരുതും നമുക്കവൻ വേണ്ടതെല്ലാം വളരാതെ യാത്ര തുടർന്നിടുവാൻ ഒരിക്കൽ കൂടി വരുമോ പ്രയാണത്തിൽ എല്ലാ കരങ്ങളും ഉയരട്ടെ. നന്ദിയാണ്ടവരെ ഒരു നല്ല നായകൻ നമുക്കില്ലയോ കരുതും കരുതും ധീര